ശബരിമല സ്വർണ്ണമോഷണ കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് കൂടുതൽ കുരുക്കിലേക്ക്. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം പുലർത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിലുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ഇരുവരും കേരളത്തിന് പുറത്തടക്കം കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല തട്ടിപ്പിൽ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനോടൊപ്പം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് പോറ്റിയിൽ നിന്ന് ഒരു കവറും രമേശ് റാവുവിൽ നിന്ന് സമ്മാന പൊതിയും ഏറ്റുവാങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ തമ്മിൽ പലതവണ കൂടിക്കാഴ്ച നടത്തുന്നതാണ് ചിത്രങ്ങളിൽ. ഇതോടെ അടൂർ പ്രകാശിനെ SIT ഉന്നം വെച്ച് തുടങ്ങി. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുമെന്നും ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്നും ഉറപ്പായി. അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ യാദൃച്ഛികമായ ബന്ധം മാത്രമാണ് പോറ്റിയുമായി ഉള്ളതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ആ ന്യായങ്ങളെല്ലാം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ. പോറ്റിയുമായി എന്തുതരം ബന്ധമാണ് ഉള്ളതെന്ന് UDF കൺവീനർ മറുപടി പറയേണ്ടി വരും. പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ അടൂർ പ്രകാശ് പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് തന്നെ 2024 ജനുവരി 27 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പോറ്റിയെ ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാംഗ്ലൂരിൽ നിന്നുള്ള രാഘവേന്ദ്ര, രമേശ് എന്നിവരും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ് ചിത്രങ്ങളിൽ. ന്യൂഡൽഹിയിൽ വെച്ച് സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിൽ രാഘവേന്ദ്രയും രമേശും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. 2017 പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതെന്നാണ് അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞിരുന്നത്. ആന്റണിയുടെ സഹായവും ഇതിന് ഉണ്ടായിരുന്നു. ഇത് ശരിയാണെങ്കിൽ പോറ്റിയുമായി അടൂർ പ്രകാശിന് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഇതോടെ സ്വർണ്ണമോഷണ കേസിൽ UDF പ്രതിരോധത്തിലായിരിക്കുകയാണ്. VD സതീശൻ അടൂർ പ്രകാശിനെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പ് രംഗത്ത് എത്തിയിരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിഹിത ഇടപാടുണ്ട് എന്നാണ് VD സതീശൻ ആരോപിച്ചത്. കടകംപള്ളിയെ മുൻനിർത്തി CPM-നെ പ്രതിരോധത്തിലാക്കാനായിരുന്നു VD സതീശന്റെ ശ്രമവും ഉന്നവും. പക്ഷേ ഇപ്പോൾ VD സതീശനും കോൺഗ്രസും ആപ്പിലായിരിക്കുകയാണ്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചെറിയ ബന്ധമല്ല ഉള്ളതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽക്കാരൻ വ്യക്തമാക്കിയതും ശ്രദ്ധേയം. അടൂർ പ്രകാശ് പലതവണ തിരുവനന്തപുരത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്നിരുന്നുവെന്ന് അയൽക്കാരൻ വ്യക്തമാക്കിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും അപ്പോൾ ഗൺമാനും പോലീസും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അയൽക്കാരൻ പറഞ്ഞിരുന്നു. ഇത് കടകംപള്ളി ശരിവയ്ക്കുകയും ചെയ്തു. കടകംപള്ളി പറഞ്ഞത് 1 പ്രാവശ്യം പോയി എന്നാണ്. എന്തായാലും അടൂർ പ്രകാശ് നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽക്കാരനും മൊഴി നൽകിയിട്ടുള്ളത്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ UDF-ന് വലിയ തലവേദനയായിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായതോടെ സ്വർണ്ണക്കൊള്ള വിവാദം തൽക്കാലം ആരോപണ വിധേയമാക്കാതിരിക്കാൻ അല്ലെങ്കിൽ CPM-ന് മേൽ ആരോപിക്കാതിരിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ VD സതീശനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിൽ. അതും വിവാദമായി മാറുകയാണ്. VD സതീശൻ കോടതിയിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരായിട്ടില്ല. തിരക്ക് കാരണമാണ് ഹാജരാകാത്തത് എന്നാണ് VD സതീശൻ പറയുന്നത്.
എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കൊള്ളക്കേസ് ഇപ്പോൾ UDFനെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്നു. അടൂർ പ്രകാശും പോറ്റിയുടെ അടുത്ത സഹായി രമേശ് റാവുവുമായും എന്താണ് ബന്ധം? അടൂർ പ്രകാശ് പോറ്റിയിൽ നിന്ന് ഒരു കവറും രമേശ് റാവുവിൽ നിന്ന് സമ്മാനപ്പൊതിയും ഏറ്റുവാങ്ങിയത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം അടൂർ പ്രകാശിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കത്തിൽ അടൂർ പ്രകാശ് കൂടുതൽ കുരുക്കിലേക്ക് പോകുകയാണ്. UDFും പ്രതിരോധത്തിൽ ആയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2-ാം വാരമാണ്. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്വർണ്ണക്കൊള്ള വിവാദം കത്തിക്കാൻ UDF തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വടി കിട്ടിയിരിക്കുന്നത് CPMനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഗജ ഫ്രോഡുമായി അടൂർ പ്രകാശിന് എന്താണ് ബന്ധമെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ അടൂർ പ്രകാശിന് പറയേണ്ടി വരും. യാദർച്ഛികമായ ബന്ധം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളതെന്ന് അടൂർ പ്രകാശ് പറയുന്നത് വിശ്വസിക്കാൻ ഇനി പ്രയാസമാണ്. കാരണം അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അടൂർ പ്രകാശ് ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുമ്പ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ യാദൃച്ഛികമായ ബന്ധമായിരുന്നു അത് എന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. എന്നാൽ യാദൃച്ഛികമായ ബന്ധം അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ഉള്ളത്. അടുത്ത ബന്ധം തന്നെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുലർത്തിയിരുന്നു. CPMന് മേൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയൊരു വിജയം നേടാനുള്ള കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതിനെ അന്ന് കൃത്യമായി പ്രതിരോധിക്കാൻ CPMന് കഴിഞ്ഞിരുന്നില്ല. അത് UDFന്റെ മിന്നും വിജയത്തിന് കാരണമായി മാറി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം CPM ആയുധമാക്കും എന്നുള്ളത് ഉറപ്പാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെതിരെ ഏറ്റവും ശക്തമായ ആയുധമായി BD സതീശനും കൂട്ടരും വെച്ചിരുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. അത് അടൂർ പ്രകാശിലൂടെ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം UDFനെ വലിയ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. UDF സുനിൽ കനകൂലുവിൻ്റെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് അവരെ അവരുടേതായ മണ്ഡലങ്ങളിൽ പറഞ്ഞയക്കാനാണ് UDFന്റെ തീരുമാനം. മറുഭാഗത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDFും ഒരുങ്ങിക്കഴിഞ്ഞു. MLAമാരോട് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ പിണറായി വിജയൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അനിവാര്യമായ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കവേ UDFന് ഇടുത്തിയായിരിക്കുകയാണ് പുതിയ ചിത്രങ്ങൾ.